I've got something absolutely spectacular about to happen on this stage. തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായ ഒരു പെർഫോമൻസ് ആണ് ഇനി ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി വാലന്റൈൻസ് ഡേ അല്ലേ, റൊമാൻസ്, പ്രേമം, സ്നേഹം, അതിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ ഒരു റൊമാൻറ്റിക് പാട്ട് തന്നെ ആയിരിക്കണമല്ലോ ഇനി വരേണ്ടത്. ജയ്മിത്തു എന്ന ആൽബത്തിൽ നിന്നും റഫീഖ് അഹമ്മദ് ലിറിക്സ് എഴുതി നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശരത് സർ സംഗീതം നിർവഹിച്ച ഒരു പാട്ടാണ് ഈ വേദിയിൽ പെർഫോമൻസ് ആയി എത്തുന്നത്. പക്ഷേ അതൊന്നുമല്ല സർപ്രൈസ് ഫാക്ടർ. സർപ്രൈസ് ഫാക്ടർ ഈസ് ആരാണ് ഇത് പാടാൻ വരുന്നത്? ആരാ? ഇദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും മറക്കില്ല. മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ എന്നതിലുപരി അദ്ദേഹം തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും, ഓർമ്മയുണ്ടോ ഈ മുഖം? എങ്ങനെ മറക്കും? Well, to blow your mind away today on Valentine's Day and the grand finale of Munch Star Singer Junior, ladies and gentlemen, put your hands together for superstar Suresh Gopi. മഞ്ചപ്പൂക്കളിൽ നില ഹിമം പൊഴിയുന്ന പൂ, എൻ്റെ ഉള്ളിൽ നിൻ സ്വരം സദാ ഉതിരുന്നിതാ. മൂടൽ മഞ്ഞിലൂടെ തേടും നിന്റെ രൂപം, ഈറൻ കാറ്റിലൂടെ തേടും നിന്റെ ഗന്ധം, വഴി നീളവേ മഞ്ചപ്പൂക്കളിൽ നിലാഹിമം പൊഴിയുന്ന പൂ, എൻ്റെ ഉള്ളിൽ നിൻ സ്വരം സദാ ഉതിരുന്നിതാ. നീ നിലാവിനാഴം നീന്തി വന്നു, വാടുമെൻ ചില്ല തന്നിൽ കൂട്ടിൽ നീ പോരുമോ, പാടുവാനോർത്ത ഗാനം ജീവനിൽ കോർക്കുമോ, പുതുമണ്ണിലെ മദഗന്ധമായി മഞ്ചപ്പൂക്കളിൽ നിലാഹിമം പൊഴിയുന്ന പൂ, എൻ്റെ ഉള്ളിൽ നിൻ സ്വരം സദാ ഉതിരുന്നിതാ.
ഓമനിക്കാൻ എന്നിൽ കാത്തുവച്ചു മേഘമായ എൻ്റെ ഉള്ളിൽ നീ കുതിർന്നു ഭൂമി തൻ സ്നേഹമന്ത്രം പൂക്കളായി മാറവേ ആവണിപ്പൊൻ പ്രഭാതം നിൻമുഖം പോലവേ നെടുവീർപ്പുകൾ ശലഭങ്ങളായി മഞ്ചപ്പൂക്കളിൽ നില ഹിമം പൊഴിയുന്ന പൂ എൻ്റെ ഉള്ളിൽ നിൻ സ്വരം സദാ ഉതിരുന്നിതാ മൂടൽ മഞ്ഞിലൂടെ തേടും നിന്റെ രൂപം ഈറൻ കാറ്റിലൂടെ തേടും നിന്റെ ഗന്ധം വഴി നീളവേ മഞ്ചുപൂക്കളിൽ നീലാഹിമം പൊഴിയുന്ന പൂ എൻ്റെ ഉള്ളിൽ നിൻ സ്വരം സദാ ഉതിരുന്നിതാ. ചേട്ടാ വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താ ഇത്? സുരേഷ് ഗോപി എന്ന ആക്ടർ ഇന്നോടെ അഭിനയം നിർത്തിയോ എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സംഗീതത്തിലേക്ക് കടന്നോ നമ്മൾ? ശരത്തിന് നന്ദി, റഫീഖ് അഹമ്മദിന് നന്ദി, ഫൈസൽ, നൊവിൻ വാസുദേവ് ഈ ആൽബത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, സാമ്പത്തികമായിട്ടും ഇതിന്റെ ആൽബത്തിന്റെ ഡയറക്ടറാണ് നൊവിൻ വാസുദേവ്, അവർക്ക് നന്ദി.